വൈകാരിക പ്രപഞ്ചത്തെ വളരെ ആധികാരികമായി ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പാതി കഥാപാത്രങ്ങളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ശബ്ദകലാകാരന്മാർ എന്നുള്ളത് ഒരുപക്ഷെ ഈ ലോകം തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഡബ്ബിംഗ് മേഖലയുടെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ സിനിമാ മേഖലയിലാണെങ്കിലും മറ്റ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലാണെങ്കിലും ഏറ്റവും കുറവ് പ്രതിഫലം വാങ്ങിക്കുന്ന പക്ഷെ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ഒരു വിഭാഗമായി സത്യത്തിൽ നമുക്ക് ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ കണ്ടെത്താൻ വേണ്ടി കഴിയും. പക്ഷെ അപൂർവം ചില ആളുകൾ ഒരു ശരാശരി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നതിനപ്പുറത്തേക്ക് അവന്റെ ശബ്ദം ഉപയോഗിച്ചിട്ടുള്ള മേഖല കണ്ടെത്തി വലിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുന്ന ആളുകളാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനും ഒരു ശബ്ദ കലാകാരനാണ്. പക്ഷെ നിങ്ങളെപ്പോലെ ഒരുപാട് പ്രോഗ്രാമുകളിൽ ഒരുപാട് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കാൻ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ സാധിക്കാതെ പോയ ഒരാളാണ്. 1993 കണ്ണൂർ ആകാശവാണിയിൽ ഒരു യുവവാണി എന്ന് പറയുന്ന പ്രോഗ്രാമിന് ശബ്ദം കൊടുത്തുകൊണ്ടാണ് ഞാനും റേഡിയോയിലേക്ക് വന്നത്. അന്ന് നമ്മളെ സംബന്ധിച്ചിട്ട് ആകെ കൂടി പറയാനുള്ളത് ചെറിയ 2-3 സെന്റൻസുകൾ മാത്രമാണ്. അതായത് ആകാശവാണി കണ്ണൂർ, യുവവാണിയിൽ ഇന്നത്തെ ഗാനം ചിത്ര ആലപിച്ചത്, ചിത്രം എത്ര പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 600 രൂപ കിട്ടുന്ന ഒരു തൊഴിലാണ് അന്നത്തെ തൊഴിൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് എന്നോട് അവിടുത്തെ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ശ്രീ ബാലചന്ദ്രൻ സാറ് പറയുന്നത് പ്രക്ഷേപണ യോഗ്യമായിട്ടുള്ള ശബ്ദമാണ്. അപ്പോൾ ഒരു UPSC എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ ആകാശവാണിയിൽ ജോലി കിട്ടും, പക്ഷെ അതിനൊരു ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ നമ്മുടെ തൊട്ടടുത്തുള്ള കേരള മീഡിയ അക്കാഡമിയിൽ 99 എത്രയോ വർഷം കഴിഞ്ഞതിന് ശേഷം 99 ജേർണലിസം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പൊ അന്ന് ജേർണലിസം പഠിക്കാൻ വേണ്ടി വന്ന സമയത്തും ശ്രീ NN സത്യവ്രതനായിരുന്നു നമ്മുടെ കോഴ്സ് ഡയറക്ടർ. അപ്പൊ സാറ് പറഞ്ഞു 27 വയസ്സായി, കേരളത്തിലെ മാധ്യമങ്ങളിലെ എല്ലാം ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 26 വയസ്സാണ്. അപ്പൊ അതുകൊണ്ട് ജോലി കിട്ടാൻ ഇത്തിരി പ്രയാസമാണ്, എങ്കിലും ഏഷ്യാനെറ്റിലെ നീലനോടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴാണ് ദുബായിലെ ഒരു റേഡിയോയിലേക്ക് അന്ന് വാണ്ടഡ് ഓവർസീസ് റേഡിയോ പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പരസ്യം എൻ്റെ തൊട്ടടുത്ത റൂംമേറ്റ് എനിക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് പോയി. അന്ന് എനിക്ക് തോന്നുന്നു ഈ ടെലിവിഷൻ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് 4 പേരെ സെലക്ട് ചെയ്തപ്പോൾ അതിൽ ഒന്നാമതായി സെലക്ട് ചെയ്ത് ദുബായിലെ UAQ റേഡിയോ 846 AM എന്ന് പറയുന്ന റേഡിയോയിൽ ആ ബാച്ചിൽ ഏറ്റവും ആദ്യം ജോലി കിട്ടിയത് എനിക്കാണ്. അപ്പൊ കൈയടിക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഞാനൊരു സമ്പൂർണ്ണ രാഷ്ട്രീയ പ്രവർത്തനം എൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രൊഫഷനാക്കി മാറ്റണം എന്നൊക്കെ ആഗ്രഹിച്ച സ്ഥലത്ത് നിന്ന് പൊടുന്നനവേ നമ്മൾ മറ്റൊരു പ്രൊഫഷനിലേക്ക് പോകാൻ ഇടയായി. അപ്പൊ ഞാൻ എൻ്റെ ഈ കഥ പറയാനുള്ള കാരണം, ഞാൻ അന്ന് ദുബായ് റേഡിയോയിൽ പോകുമ്പോൾ റേഡിയോയിൽ അന്നത്തെ സീനിയർ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെയൊക്കെ സാലറി എന്ന് പറയുന്നത് 2000-ലാണെന്ന് ഓർമ്മിക്കണം. 7000-ഉം 8000-ഉം ദറംസാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഇരട്ട് 16, ഏകദേശം ഒരു 1,60,000-ത്തിലധികം രൂപ അന്ന് ശമ്പളം വാങ്ങിക്കുന്നവരെയാണ് ശബ്ദ കലാകാരന്മാരായിട്ട് ഞാൻ കണ്ടത്. നമ്മുടെ രാജീവ് ചെറായി ഉൾപ്പെടെയുള്ള ആളുകൾ, ശ്രീ രാജീവ് ഓടമ്പള്ളി, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ അന്ന് റേഡിയോയിൽ ഈ മിമിക്രി അതുപോലെ തന്നെ ഡബ്ബിംഗ് മേഖലയിൽ നിന്നെല്ലാം ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നവരായിട്ട് ഞാൻ കണ്ടു. പിന്നീട് ഞാൻ കൊച്ചിയിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെ ജോയ് ആലുക്കാസിന്റെ ഒരു പ്രോഗ്രാം ഹലോ ജോയ് ആലുക്കാസ് എന്ന പേരിൽ ആരംഭിച്ചത്. അപ്പൊ ഞാൻ ആലോചിച്ചത്, അന്ന് ഞാൻ നമ്മുടെ റിയാൻ സ്റ്റുഡിയോയിൽ ഒരാളുണ്ടായിരുന്നു, ഒരു ലേഡി മാനേജർ മരിയ. ഞാൻ അവിടെ റേഡിയോ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, നവംബർ റെയിൻസ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഡബ് ചെയ്യാൻ
ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഡബ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എത്രയാണ് പ്രതിഫലം എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു ദിവസം ഫുള്ള് ചെയ്താൽ 3000 രൂപ തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അത് ഭയങ്കര കുറഞ്ഞ ഒരു സംഖ്യ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ദുബായിൽ നമ്മൾ ദറംസിലാണല്ലോ ശമ്പളം വാങ്ങിച്ചുണ്ടായത്. പിന്നെ അതുകൂടാതെ നമ്മളൊരു ചെറിയ പരസ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 1000-2000 ദറംസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു എത്രയാണ് ഒരു 4000-5000 രൂപയ്ക്ക് മുകളിൽ ഒക്കെ അന്ന് തരുന്ന സമയത്താണ് ഒരു ഫുൾ ഡേ ഡബ്ബിങ് ചെയ്ത് കഴിഞ്ഞാൽ 3000 രൂപയാണ് എന്ന് കേട്ടോ. അപ്പൊ ഞാൻ ആ ഡബ്ബിങ്ങിന് സത്യം പറഞ്ഞാൽ അന്ന് പോയില്ല. പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഡബ്ബിങ്ങിന്റെ മേഖലയിലേക്ക് പോയിട്ടില്ല. അപ്പോ അന്നാണ് ഞാൻ തിരിച്ചറിയുന്നത് ഇത്രയധികം കഠിനാധ്വാനം ചെയ്ത് ശബ്ദം കൊണ്ട് ഇത്രയും വലിയ പെർഫെക്ഷൻ ഒരു കലാകാരനെ അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന് നൽകുന്ന ഈ പിന്നാമ്പുറത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഇത്രയും മോശമായിട്ടുള്ള ഒരു റെമുനറേഷൻ ആണ് അല്ലെങ്കിൽ ഒരു പ്രതിഫലമാണ് ഈ ഇൻഡസ്ട്രി നൽകുന്നത് എന്ന വേദന സത്യത്തിൽ ഞാൻ അന്നാണ് തിരിച്ചറിഞ്ഞത്. പിന്നീട് ഞാൻ ഡബ്ബിങ്ങിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടേ ഇല്ല. പിന്നെ ഞാൻ ഡബ്ബിങ്ങിന് പോയത് പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയുടെ ഡബ്ബിങ്ങിനായിരുന്നു. കാരണം വൈശാഖ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റും കൂടിയാണ്. കാരണം ഞാൻ അന്ന് പാരൽ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ട്യൂഷൻ എടുത്തിരുന്നു. എൻ്റെ വില്ലേജിൽ നിന്നുള്ള സംവിധായകനാണ് വൈശാഖ്. അപ്പൊ വൈശാഖ് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഡാഡി ഗിരിജ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് ശബ്ദം നൽകാണ്ട് ബാലേട്ടൻ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഒന്നും ഡബ്ബിങ് അറിയില്ല, രണ്ടാമത് ഡബ്ബിങ് ചെയ്യാനുള്ള താല്പര്യമല്ല, ഇത് കുറച്ച് കാസർഗോട്ടിന്റെ ഒരു മിക്സ് ഒക്കെ ഉള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിസ്മയ സ്റ്റുഡിയോയിൽ ഈ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയുടെ ഡബ്ബിങ്ങിന് പോയി. അപ്പൊ ഞാൻ പോകുമ്പോൾ അദ്ദേഹം ഈ കമ്പിളിപ്പുതപ്പൊക്കെ ഇങ്ങനെ പുതച്ചിട്ട് ആ ക്യാരക്ടർ വരുന്നില്ലേ, ആ സീനാണ് ആദ്യം തരുന്നത്. അപ്പോ മുരുകനെ കണ്ടേ പറ്റൂ എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗ് നല്ല ബേസിൽ പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അതൊക്കെ പറഞ്ഞൊരു 10-45 മിനിറ്റ് ഞാൻ ഡബ് ചെയ്തു. പക്ഷെ വീണ്ടും അദ്ദേഹത്തിന്റെ ചെറുപ്പം ഭയങ്കര ഷാർപ്പായിട്ടാണ് പറയുന്നത്. ആ ഒരു ഷാർപ്പ്നെസ്സിലേക്ക് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എന്റെ വോയിസ് പോകുന്നില്ല. അപ്പോ എനിക്ക് ഭയങ്കര ത്രോട്ട് പെയിൻ ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, എന്നെ കൊണ്ട് ഇത് ഡബ് ചെയ്യാം. അല്ല, അത് 2 ഉച്ചയ്ക്ക് ശേഷം വന്നാൽ പറ്റുന്ന പറഞ്ഞു. പക്ഷെ ഞാൻ ധിക്കാരപൂർവം ഇറങ്ങി പോവുകയാണ് ചെയ്തത്. പക്ഷെ സ്ക്രീനിൽ ആ കഥാപാത്രത്തെ കണ്ടപ്പോൾ എനിക്കൊന്ന് മനോജ് കുമാർ എന്നൊക്കെ പറയുന്ന ആളാണ് തോന്നുന്നത് പിന്നീട് ഡബ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡബിങ് ഒക്കെ കണ്ടപ്പോ ജീവിതത്തിൽ ഒരു നഷ്ടം യഥാർത്ഥത്തിൽ സംഭവിച്ചതുപോലെ എനിക്ക് തോന്നി. അപ്പോ ഈ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു കഥാപാത്രത്തിന്റെ ശബ്ദവിസ്മയ പ്രപഞ്ചം തീർത്ത ഒരു എന്താ പറയുന്നത് ആധികാരിക മാനസികാവസ്ഥയോടുകൂടി സ്വയം കൃതാർത്ഥരായി ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറം ഈ മേഖല നൽകുന്ന ഒരു റെമുനറേഷൻ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട റെമുനറേഷൻ ആണ് എന്ന് ഞാൻ ഇപ്പോഴും ചിന്തിക്കുകയാണ്. ഒരു ക്യാരക്ടർ ചെയ്യുന്ന